Hello everyone, welcome back to Surface Chemistry Part 8. So ഇന്നത്തെ ടോപ്പിക് കൊളോയിഡ്സ്. അപ്പോൾ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ അനദർ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഡിസ്പേർഷൻ മീഡിയം. അതായത് ഒരു സബ്സ്റ്റൻസ് നമ്മൾ ചെറിയ പൊടികളാക്കിയിട്ട് ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് വേറൊരു സബ്സ്റ്റൻസിലേക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഫോം ചെയ്യുന്ന സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് കൊളോയിഡ്സ്. ഇതൊരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ടേംസ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ് ആണോ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത് അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. എവിടെയാണോ ഡിസ്പേഴ്സ് ചെയ്യുന്നത് അതാണ് ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡ് എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു സിസ്റ്റമാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ലയിക്കുമ്പം കിട്ടുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബട്ട് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിക്സിങ് നടക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു വാട്ടറും സാൻഡ് പാർട്ടിക്കിൾസും എടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അടിഭാഗത്ത് സാൻഡ് പാർട്ടിക്കിൾസ് സെറ്റിൽഡ് ആയിട്ടും മുകളിൽ വാട്ടർ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ കൊളോയിഡ് എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്നൊരു സിസ്റ്റമാണ്. അതായത് ഇവിടെ സസ്പെൻഷൻ പോലെയോ അല്ലെങ്കിൽ സൊല്യൂഷൻ പോലെയോ അല്ല ഉള്ളത്, ഒരു മിക്സ്ഡ് ഒരു ക്ലൗഡി അപ്പിയറൻസാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ടറും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർച്ച്, കഞ്ഞിവെള്ളം നമ്മൾ നോക്കുക. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പം അതിൽ നമുക്ക് വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർച്ച് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡി ഫോമിലാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കൊളോയിഡ്സിലെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ ബട്ട് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സസ്പെൻഷൻ. Larger than that of solution and lesser than that of suspension. So exactly കൊളോയിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഈസ് ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ. ദാറ്റ് ഈസ് 10⁻⁹ to 10⁶ മീറ്റർ. ഇപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ലാർജ് സർഫേസ് ഏരിയ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫൈനലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൊളോയിഡ്സിന് ലാർജ് സർഫേസ് ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സിലേക്ക് കിടക്കാം. കൊളോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്രൈറ്റീരിയ. അപ്പം 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഏത് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണോ ലിക്വിഡ് സ്റ്റേറ്റിലാണോ ഗ്യാസിലാണോ അതൊക്കെ വെച്ചിട്ട് ഏത് സ്റ്റേറ്റാണ് ഡിസ്പേർഷൻ ഫേസ് ഉള്ളത് ഡിസ്പേർഷൻ മീഡിയം ഉള്ളത് എന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൊളോയിഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണ് എന്നതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ കിടക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. That is, depending upon whether the dispersed phase and the dispersion mediums are solids, liquids or gases, 8 type of colloidal systems are possible. 8 type colloids ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കണം, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം.
ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നുള്ളൊരു ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഡിസ്പെർഷൻ മീഡിയം ആൻഡ് ടൈപ്പ് ഓഫ് കൊളോയിഡ് and the examples. First one, dispersed phase and dispersion mediums are solid. Solid. അപ്പം അതിനെ പറയുന്ന പേരാണ് സോളിഡ് സോൾ. എക്സാമ്പിൾ എന്ന് പറയുന്നത് കളേർഡ് ഗ്ലാസസ് ആൻഡ് ജംസ്. നെക്സ്റ്റ് വൺ, dispersed phase is solid and the dispersion medium is liquid. So the name is sol. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയിൻസ്, സെൽ ഫ്ലൂയിഡ്സ്, നമ്മുടെ സെൽസിലൊക്കെയുള്ള ഫ്ലൂയിഡ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സോളിഡ്, ഗ്യാസ്, എയ്റോസോൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മോക്ക്, ഡസ്റ്റ് നമ്മുടെ പൊടിപടലങ്ങളൊക്കെ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് ആണ്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്, solid dispersed in liquid, solid dispersed in gas. Next one, liquid dispersed in solid. അതിനെന്താ പറയുക? ജെൽ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് തന്നെ ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എമൽഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിൽക്ക്. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. മിൽക്ക് നല്ല ശുദ്ധമായ പാലും കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നതിന് എന്താ പറയുക? മിൽക്ക് തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് എമൽഷൻ. ഹെയർ ക്രീം. നെക്സ്റ്റ് വൺ, ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്, എയ്റോസോൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ്. ഇതൊക്കെ എന്താ? ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസസ് ആണ്. നെക്സ്റ്റ് വൺ, ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്, സോളിഡ് സോൾ. എക്സാമ്പിൾ പ്യൂമസ് സ്റ്റോൺ, ഫോം റബ്ബർ. നെക്സ്റ്റ് വൺ, ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. അതിൻ്റെ പേര് ഫോം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രോത്ത്, പത, വിപ്പ്ഡ് ക്രീം, സോപ്പ് ലെതർ, സോപ്പ് പത, എക്സെട്ര. സോ ഇത് പഠിക്കാൻ ഈസിയാണ്, വലിയ വിഷമമൊന്നുമില്ല. സോളിഡ് എന്ന് 3 പ്രാവശ്യം എഴുതുക, ലിക്വിഡ് എന്ന് 3 പ്രാവശ്യം എഴുതുക, ഗ്യാസ് എന്ന് എഴുതുക 2 പ്രാവശ്യം. പിന്നെ സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ്. പിന്നെ സോളിഡും വരുമ്പം സോളിഡ് സോളാണ്. സോളിഡും ഗ്യാസും വരുമ്പം എയറോസോളാണ്. അതേപോലെ ലിക്വിഡും ഗ്യാസും വന്നാലും എയറോസോളാണ്. ലിക്വിഡ് വരുമ്പോൾ എമൽഷനാണ്. ഗ്യാസും സോളിഡ് വരുമ്പോൾ സോളിഡ് സോൾ, ഗ്യാസ് ലിക്വിഡ് വരുമ്പോൾ ഫോം. അപ്പം ഓരോ എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓർത്ത് വെക്കാനും പറ്റും. ഏതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ വെച്ചിട്ട് ഇപ്പോൾ 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ അർത്ഥാക്കുന്നത് സോൾവെൻറ്റ് അട്രാക്റ്റിംഗ്. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് റിപ്പലിംഗ്. സോൾവെൻറ്റിനെ ഹെയ്റ്റ് ചെയ്യുന്നത്, റിപ്പൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പെർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്താ വിളിക്കാം? ഹൈഡ്രോഫിലിക് എന്നോ ഹൈഡ്രോഫോബിക്കോ ആയിട്ട് പറയാൻ പറ്റും. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ലയോഫിലിക് കൊളോയിഡ്സ്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ്, ഇഷ്ടപ്പെടുന്നത്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലവിങ്. Colloidal salts are directly formed by mixing substances like gum, gelatin, starch, rubber, etc. അപ്പോൾ ഇങ്ങനെയുള്ള കൊളോയിഡ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഗമ്മ, ജലാറ്റിൻ, സ്റ്റാർച്ച് എന്ന് പറയുന്ന ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലയോഫിലിക് സോൾസ് കിട്ടും. അതായത് ഇതിന് ലിക്വിഡ്സിനോട് എന്തുണ്ട്? ഒരു
അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ വേഗം അത് കൊളോയിഡ്സായി മാറും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്ത കൊളോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ലിക്വിഡ് എന്ത് ചെയ്യാം, ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ആ സോളിഡ് മാത്രം അവിടെ നിൽക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൊളോയിഡ് സൊല്യൂഷൻ പിന്നെയും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പണിയുമില്ല. ഏതായിരുന്നോ ആ ഡിസ്പേർഷൻ മീഡിയം, അത് ആ ലിക്വിഡ് വീണ്ടും എടുത്ത് മിക്സ് ചെയ്താൽ മതി, നമുക്ക് കൊളോയിഡ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, റിവേഴ്സിബിൾ സോൾസ് എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് കനോട്ട് ബി ഈസിലി കൊയാഗുലേറ്റഡ്. ഈസിലി കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കൊയാഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുന്ന അവസ്ഥ, അങ്ങനെ ആയി മാറില്ല. നെക്സ്റ്റ് ടൈപ്പ് ലയോഫോബിക് കൊളോയിഡ്. ഫോബിക് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റിംഗ് എന്നർത്ഥം. അപ്പോൾ ലയോ എന്ന് പറയുമ്പോൾ ലിക്വിഡ്, ഹെയ്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഡിസ്പേർഷൻ മീഡിയം വാട്ടറായിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ വേഗത്തിലൊന്നും കൊളോയിഡ്സ് ഫോം ചെയ്യില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റൽസ് ആൻഡ് ദെയർ സൾഫേഡ്സ് ആണ് ഇതിന് എക്സാമ്പിൾസ് പറയുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വേഗമൊന്നും കൊളോയിഡ്സ് ഫോം ചെയ്യില്ല. അങ്ങനെ കൊളോയിഡ്സ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പർട്ടിക്കുലർ പ്രിപ്പറേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. The lyophilic colloids can be easily coagulated or precipitated. അതായത് നമ്മളൊരു ചെറിയ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ട് ഈ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് ഓഫ് ദ സോളാണ്. അപ്പോൾ ഇതൊരു സെറ്റിൽഡ് ഫോമിലായിട്ട് മാറും. രണ്ട് ഫേസും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ ആഡ് ചെയ്ത ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും രണ്ട് ഫേസ് ആയിട്ട് മാറും. അങ്ങനെ മാറുന്ന സമയത്ത് നേരത്തെ കേസിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ ആദ്യം എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ തന്നെ കൊളോയിഡ് സൊല്യൂഷൻസ് ഫോം ചെയ്യും. ബട്ട് ലയോഫോബിക്കിൻ്റെ കേസിൽ ഇങ്ങനൊരു സെറ്റിലിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ച് ഷെയ്ക്ക് ചെയ്താലൊന്നും കൊളോയിഡ്സ് ആയിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇർറിവേഴ്സിബിൾ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇർറിവേഴ്സിബിൾ സോൾട്സ്. സോ അതുകൊണ്ട് തന്നെ ലയോഫോബിക് കൊളോയിഡ്സ് നമുക്ക് അതേ ഫോമിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ വി നീഡ് എ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഫോർ ദെയർ പ്രിസർവേഷൻ. നമുക്ക് ചില സ്റ്റെബിലൈസിങ് ഏജൻസി യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ലയോഫോബിക് കൊളോയിഡ്സ് കുറച്ച് നേരത്തേക്കെങ്കിലും കിട്ടുള്ളൂ.